പാലക്കാട് 60 കോടി രൂപയിലേറെ ചെലവഴിച്ച് സർക്കാർ നിർമ്മിച്ച വി.ടി. ഭട്ടതിരിപ്പാട് സാംസ്കാരിക കേന്ദ്രം കാട് കയറി നശിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നാടിനെ സമർപ്പിച്ച സാംസ്കാരിക കേന്ദ്രമാണ് നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നത്. നടത്തിപ്പുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ നീക്കങ്ങളാണ് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന ആരോപണം ഉയരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം 5 ഏക്കർ ഭൂമിയിൽ 60 കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് പിണറായി സർക്കാർ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പേരിൽ സാംസ്കാരിക കേന്ദ്രം നിർമ്മിച്ചത്. 2025 മെയ് 18 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാംസ്കാരിക കേന്ദ്രം നാടിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷത്തിനിപ്പുറം നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് ഈ സാംസ്കാരിക നിലയം. കൃത്യമായി പരിചരണത്തിനോ മറ്റോ സംവിധാനമില്ലാത്തതിനാൽ ചുറ്റിലും കാട് കയറിയ സ്ഥിതിയാണ്. പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും കണ്ണായ സ്ഥലം, മെഡിക്കൽ കോളേജിൻ്റെ ഭാവി വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്ന 5 ഏക്കർ 68 സെൻറ്റ് സ്ഥലമാണ് ഈ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചത്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും ഈ സാംസ്കാരിക നിലയത്തിൽ ഒരു പരിപാടി പോലും നടത്താൻ കഴിയാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി കിടക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാം. നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ തന്നെയാണ് സാംസ്കാരിക നിലയത്തിന് വരാൻ പോകുന്നത്. ഇത് ഈ രീതിയിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന CPM നിയന്ത്രിക്കുന്ന ചില സഹകരണ സംഘങ്ങൾക്ക് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കൈമാറാനുള്ള ഒരു ഗൂഢ ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ്. എല്ലാ കലകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു സാംസ്കാരിക നിലയത്തിൻ്റെ ഉദ്ദേശം. KSFDCക്കായിരുന്നു സ്മാരകത്തിൻ്റെ നിർമ്മാണ ചുമതല. എന്നാൽ ഇവരിൽ നിന്ന് സാംസ്കാരിക വകുപ്പ് ഇപ്പോഴും കെട്ടിടം ഏറ്റെടുത്തിട്ടില്ല. ഇത് CPMൻ്റെ ഒരു സ്ഥാപനവൽക്കരണം നമുക്ക് എല്ലാ മേഖലയിലും കാണാം. OV വിജയൻ സ്മാരകം അവർ ഹൈജാക്ക് ചെയ്തു. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം ഒരു തട്ടിക്കൂട്ട് സൊസൈറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഹൈജാക്ക് ചെയ്തു. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാട് സാംസ്കാരിക നിലയത്തിനും വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ സർക്കാർ ഉചിതമായ രീതിയിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അധിഷ്ഠിത ടെൻഡർ വിളിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം സുതാര്യമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അടിയന്തരമായി ഉണ്ടാകേണ്ടത് പാലക്കാടിലെ സാംസ്കാരിക രംഗത്തിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. അതും അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും സെമിനാർ ഹാളും ചേർന്ന ഒരു ബ്ലോക്ക്, തിയേറ്റർ കോംപ്ലക്സ്, എക്സിബിഷൻ ബ്ലോക്ക് എന്നിവയും ഓപ്പൺ എയർ തിയേറ്ററുമാണ് സമുച്ചയത്തിൽ ഉള്ളത്. തിയേറ്റർ കോംപ്ലക്സിൽ മൂവി തിയേറ്റർ, പെർഫോമൻസ് തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് എന്നിവയുണ്ട്. പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നെങ്കിലും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണമായ കോടികൾ വെള്ളത്തിലാവും. ജനം, പാലക്കാട്.